sus enemigos. രക്തദാഹി കണ്ണിലൂടെ വന്നു കയറി കൊന്നുപോയി. മുക്തി തേടി മുന്നിലൂടെ ആയിരങ്ങൾ കേണുപോയി. തിരകളാടും കാലം ഞങ്ങൾ ഒന്ന് ചേർന്നു കൈ വിശിടും മാറത അത്തികൈകൾ വീണ്ടും പോയി. കിരണമൂർച്ചയിൽ കത്തിപ്പതിഞ്ഞേ മരണമോദിടും കാലം പിറന്നേ. ശകലമില്ലൊരു ഭയമിനിയും നീ വാ നീ വാ. ഗൗതം, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഞാനെൻ്റെ UK ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ഞാൻ പോകുന്ന വരെ റിവൽസ് ആയിരുന്ന 2 പേർ തിരിച്ചു വന്നപ്പോഴോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ദീപക്ലാലിന്റെ കാര്യത്തിൽ നിനക്കുണ്ടായിരുന്ന ക്യൂരിയസിറ്റി കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. ഇപ്പൊ ആ ഡൗട്ട് പതിയെ പതിയെ സത്യമായി കൊണ്ടിരിക്കുന്നു അല്ലേ? ഇനിയിപ്പോ നിനക്കെന്റെ ആവശ്യം വരില്ല അല്ലേ? പ്രൊഫഷണലി മാത്രമല്ല, പലപ്പോഴും പേഴ്സണൽ ആവശ്യങ്ങൾക്കും നീ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ആവശ്യം വരില്ലല്ലോ. എന്നാലും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട് ഗൗതം. നീ ഒരു ഗേ ആയിരുന്നു എന്ന്. അതോ അഡ്വക്കേറ്റ് ദീപക്ലാലിന് വേണ്ടി മാത്രം നീ അങ്ങനെ ആയതാണോ? Sara, why are you thinking too much? Look, we are friends, good friends. അഡ്വക്കേറ്റ് ദീപക്ലാൽ എൻ്റെ ബോയ് ഫ്രണ്ടൊന്നും അല്ല സാറ. നിന്നോട് ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ശത്രു ആകുന്നതിനേക്കാളും യോഗ്യത അവൻ എൻ്റെ നല്ല സുഹൃത്താകുന്നതിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഐ റെസ്പെക്ട് മൈ ഡിസിഷൻ ആൻഡ് ഐ എം ഹാപ്പി. പ്രൊഫഷണൽ ലൈഫ് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രോമിസ് പരസ്പരം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സാറ, യു ആർ റൈറ്റ്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ നിന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും നാളെ ഒരു ബാധ്യത നമുക്കിടയിൽ വരില്ലെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. ഐ എം നോട്ട് ഫോഴ്സ് യു ഫോർ എനിത്തിങ് എവർ. എല്ലാം പരസ്പര സമ്മതം കൊണ്ട് മാത്രമായിരുന്നു. റൈറ്റ്? ഐ നോ യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. സോറി, ഞാൻ എൻ്റെ ലിമിറ്റ് കടന്ന് നിന്നോട് സംസാരിച്ചു. നീ അത് വിട്, പോട്ടെ. എന്തായി നിന്റെ കേസിൻ്റെ കാര്യം? ഗോയിങ് വെൽ. ഫൈനൽ ഹിയറിംഗ് നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ ഹാവ് ഗട്ട് ഫീലിംഗ് ടു ഐ ആം ഗോയിങ് ടു ബി വിൻ. ഇത് നീ എല്ലാ കേസിലും ഇങ്ങനെ തന്നെയല്ലേ പറയാറ്? സത്യമാവാറുണ്ട്. ബട്ട് മേ ബി ഈ കേസ് നീ ഫെയിലായ? സാറാ, രവി എന്നോട് ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യം അതാ നീ ഇപ്പം എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ അവനൊരു ആൻസർ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഫെയിലായ ഐ വിൽ ക്വിറ്റ്. ഒന്നും ചിന്തിക്കാതെ ഞാൻ അന്ന് പറഞ്ഞേ. ഇന്ന് ഒരുപാട് ചിന്തിച്ചിട്ടാണ് പറയുന്നേ. ഐ വിൽ ഡെഫിനറ്റ്ലി ക്വിറ്റ്. ശരിയായിരിക്കാം. LLB നീ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി വാദിച്ച ഒരു കേസും ഇതുവരെ നീ ഫെയിൽ ആയിട്ടില്ല. എന്ന് കരുതി ഒരു കേസ് തോറ്റുപോയ അവിടെ നീ നിന്റെ പ്രൊഫഷൻ ഉപേക്ഷിക്കാൻ പോവുകയാണോ? ഐ നോ ഹൗ മച്ച് സഫർ യു ടു ബി എ ലോയർ. എടാ, തോൽവി ഒരിക്കലും ഒന്നിന്റെ അവസാനമല്ല, തുടക്കം മാത്രമാണ്. നമ്മുടെ ഫോൾട്ട് മനസ്സിലാക്കാനുള്ള അവസരം മാത്രമാണ്. വി പ്രാക്ടിക്കൽ. അതോ ഒപ്പോണന്റ് അഡ്വക്കേറ്റ് ദീപക്ലാൽ ആയതുകൊണ്ടാണോ നിന്റെ ഈ തീരുമാനം? ഹേയ്, നെവർ. സാറാ, യു നോ മീ വെരി വെൽ. തോൽവി എന്ന എൻ്റെ മരണമാണെന്ന് മനസ്സിലുറപ്പിച്ച ദിവസങ്ങളുണ്ടായിരുന്നു എനിക്ക്. ആ തോന്നൽ കൊണ്ടാണ് ഇന്ന് കാണുന്ന അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ജീവിതം ഇവിടം വരെ എത്തി നിൽക്കുന്നത്. നിനക്കറിയില്ലേ, എൻ്റെ തീരുമാനം അതെന്നും അന്തിമമായിരിക്കും. പിന്നെ സൺഡേ ഓഫനേജിലേക്ക് വാ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. പിന്നെ അവിടെ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയും ഇല്ല, അഡ്വക്കേറ്റ് ദീപക്ലാലും ഇല്ല. വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. നീ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ദീപക്ലാൽ എൻ്റെ ഓപ്പോണൻ്റ് ആയതുകൊണ്ടല്ല ഞാൻ കേസ് കിട്ടിയെന്നേ. അവൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഞാൻ ഈ കേസ് ക്വിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ, ഫൈനൽ ഹിയറിംഗ് ഉണ്ടല്ലോ. ഈ കേസ് ജയിക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഗൗതം, കേസാണ്, തോൽക്കും വിജയിക്കും, അതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് കരുതി പ്രൊഫഷനെ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന നിന്നെ പോലുള്ളൊരു മണ്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ എൻ്റെ ഫ്രണ്ടായി പോയല്ലോ.
സാറാ, നീ അപ്പം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ഈഗോ അതെൻ്റെ കൺട്രോളിലല്ല. തോറ്റുപോയാൽ തല ഉയർത്തി നടക്കാൻ എനിക്ക് മനസ്സില്ല. ഓ, അതാണോ നിന്റെ പ്രശ്നം? തോറ്റുപോയാൽ മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യുന്നതാണോ നിന്റെ പ്രശ്നം? എടാ, പിന്നെ നീ എന്തിനാ ഈ പ്രൊഫഷൻ ഏറ്റെടുത്തത്? തോൽവി ജയമൊക്കെ ഉണ്ടാവില്ലേ? എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നതാണോ വിചാരം? എന്തെങ്കിലുമൊക്കെ ഒന്ന് തോക്കണ്ടേ? അതല്ലേ രസം, ഒരു സ്പിരിറ്റ്. മറ്റ് അഡ്വക്കേറ്റ്സ് തോക്കുന്ന പോലെയല്ല നീ തോറ്റാന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം നിന്റെ തോൽവി കാത്ത് 100 പേരുണ്ട് നിന്റെ കോടതിയിൽ തന്നെ. എനിക്കറിയാം. പക്ഷേ ഈ ടൈമൊക്കെ കടന്നു പോവില്ലേ? 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാരും പതിയെ പതിയെ എല്ലാം മറക്കും, പഴയ പോലെയാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇറ്റ്സ് അപ് ടു യു. ഇനി നിന്റെ തീരുമാനമാണ്. പക്ഷെ എന്ത് തീരുമാനമാണെങ്കിലും ചിന്തിച്ചു മാത്രം എടുക്കാവൂ. ഒരു വാശിപ്പുറത്ത് നിന്റെ ഈഗോന്റെ പേരും പറഞ്ഞ് ഒരിക്കലും ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കരുത്. സാറാ, ദെൻ സീ യു. ഞാൻ ഇറങ്ങാണ്. ഹേ ഗൗതം, നിന്നോട് ചോദിക്കാൻ ഒരു ചോദ്യം കൂടി ഉണ്ട് മനസ്സിൽ. ചോദിക്കട്ടെ? ഷ്യൂർ. കേസിന്റെ വിധി എന്തോ ആട്ടെ, ആര് വേണേലും ജയിക്കട്ടെ തോൽക്കട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഐ മീൻ നീയും അഡ്വക്കേറ്റ് ദീപക് ലാലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എവിടം വരെ പോകും? ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞാൽ അവിടെ തീർന്നു പോകുന്ന സൗഹൃദമാണോ നിങ്ങൾക്കിടയിലുള്ളത്? നെവർ. എന്തായി അലക്സേ? എല്ലാം നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ചെയ്തത് ഇത്തിരി കൂടിപ്പോയെന്നൊരു ഡൗട്ട്. കൂടിപ്പോയെന്നാ? കുറഞ്ഞു പോയെന്ന് പറ. എന്തു പറ്റി? ഇതുവരെ നിന്റെ മുഖത്ത് ഞാൻ കാണാത്തൊരു ടെൻഷൻ. അലക്സേ, തീയോണ്ട കളി. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു യുദ്ധത്തിനാണ് നീയായിട്ട് ഇപ്പോൾ തീ കൊളുത്തിയിരിക്കുന്നത്. അവസാനം നമ്മൾ ചാരാവാതിരുന്നാൽ മതി. ആദിലെ, നിനക്ക് പേടിയുണ്ടെങ്കിലേ മാറി ഇന്ന് എൻ്റെ ഗെയിം കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അവനെ നേരിടാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. പേടിച്ച് തിരിഞ്ഞോടാനേ അലക്സ് പിടിച്ചിട്ടില്ല. ആ ഓഫനേജിലെ തീരുമാനങ്ങളെല്ലാം അവനല്ല എടുക്കുന്നത്. അങ്ങനെയുള്ള അവന് ഓഫനേജിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണട്ടെ. എനിക്കറിയണം അവനും ആ ഓഫനേജും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ആരും കാണാതെ അവൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നവൻ്റെ യഥാർത്ഥ മുഖം ഉണ്ടല്ലോ, അത് പുറത്തു വരട്ടെ. സമൂഹത്തിൽ അവനെ അറിയുന്ന ആർക്കും സത്യത്തിൽ അവൻ ആരാണെന്ന് അറിയില്ലല്ലോ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ, ഇന്ത്യയിലെ ടോപ്പ് ലീഗൽ അഡ്വൈസർ ആൻഡ് നമ്പർ 1 ലോയർ. അവൻ ചലഞ്ച് ചെയ്തത് ആരാണെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അലക്സിനെ അവൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഞാനിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞുങ്ങളെല്ലാം സേഫ് അല്ലേ അന്ന? സിസ്റ്റർ വിഷമിക്കണ്ട, കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും സുരക്ഷിതരാണ്. എന്നാലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന പ്ലോട്ടിന് എങ്ങനെ തീ പിടിച്ചെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഫയർഫോഴ്സ് കറക്റ്റ് ടൈമിൽ തന്നെ വന്നത്. അത്ര തീവ്രമായിട്ടില്ലെങ്കിലും വലിയ അപകടമാണ്. തലനാരിടയ്ക്ക് മാറിപ്പോയത്. തൊട്ടടുത്ത് കുഞ്ഞുങ്ങളൊന്നും അറിയാതെ ഉറങ്ങിയില്ലായിരുന്നേ. അന്ന, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. സിസ്റ്റർ ആരെയാ ഉദ്ദേശിക്കുന്നേ?
നോ സിസ്റ്റർ, ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ എനിത്തിങ്. സിസ്റ്റർക്കെല്ലാം എന്നോട് ഓപ്പണായിട്ട് പറയായിരുന്നു. അതിനുള്ള ഫ്രീഡം സിസ്റ്റർക്ക് ഞാൻ തന്നിരുന്നു. ബട്ട് സിസ്റ്റർ എല്ലാം മറച്ചു വെച്ചു. എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും സിസ്റ്റർ എന്നോടൊന്നും പറഞ്ഞില്ല. സർ പ്ലീസ്. ശരിയാണ്, അങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഐ എം റിയലി സോറി. സിസ്റ്റർ പ്ലീസ്, ഞാൻ എൻ്റെ ടെമ്പർ എങ്ങനെയോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പ്ലീസ് ലീവ് മി അലോൺ. എവിടേക്കാണ്, എങ്ങോട്ടാ ഒന്നും എനിക്കറിയണ്ട. ഇപ്പം തന്നെ ഇറങ്ങണം. ഈ ഓഫനേജ് വിട്ട് പൊക്കോളണം. എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുന്നവരാരും എൻ്റെ കൂടെ വേണ്ട, ഈ ഓഫനേജിലും വേണ്ട. ഗെറ്റ് ലോസ്റ്റ്. ഗൗതം, സോറി. തെരേസ സിസ്റ്ററിന് വേണ്ടി ഞാൻ ന്യായീകരിച്ച് നിന്നോട് സംസാരിക്കുകയാണെന്ന് നീ വിചാരിക്കരുത്. സിസ്റ്റർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഗൗതം അറിയാതെ ഓഫനേജിലെ പ്ലോട്ട് വിൽക്കാൻ ശ്രമിച്ചത് വലിയ തെറ്റാ. ബട്ട് പെട്ടെന്ന് സിസ്റ്ററോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവരെങ്ങോട്ട് പോവാനാ? ഒരവസരം അവർക്ക് കൊടുത്തൂടെ? പ്ലീസ്. യെസ്, അഡ്വക്കേറ്റ് ദീപക് ലാൽ പറഞ്ഞത് കേൾക്ക്. എടാ, സിസ്റ്ററോട് പെട്ടെന്ന് പോവാൻ പറഞ്ഞാൽ കഴിഞ്ഞു പോയതൊക്കെ ശരിയാവുന്നാണെന്ന് എൻ്റെ വിചാരം. ഇനി അതൊക്കെ സോൾവ് ചെയ്യാനല്ലേ നോക്കണ്ടേ? ഇതാരാ ചെയ്തതെന്ന് നമുക്കറിയാലോ. യു ഡോണ്ട് വറി. അവൻ ഇനി ഈ ഓഫനേജിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഹായ്, ഹാം സാറ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ഫ്രണ്ടാണ്. ആക്ച്വലി നമ്മൾ തമ്മിൽ ഇങ്ങനെയല്ല കാണേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മീറ്റിംഗ് ഇങ്ങനെയായിപ്പോയി. ഹായ്, സാറൊക്കെ എന്നെ നന്നായി അറിയാലോ. പിന്നെ ഗൗതമിന്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. അതിപ്പോ ഒരു പുതിയ ഫ്രണ്ട് ആണെങ്കിൽ പോലും. ഐ വാണ്ട് ടു നോ. ഗൗതം, ആർ യു ഓൾ റൈറ്റ്? ദീപക്, ദിസ് ഈസ് മൈ ഹോം. നമ്മുടെ വീടിനോ വീട്ടിലുള്ളവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? ഓർമ്മ വെച്ച കാലം തൊട്ട് കാണാൻ തുടങ്ങിയതാ ഈ ഓഫനേജ്. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ഓരോ വിജയത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ: സെൽഫ് കോൺഫിഡൻസ്. അത് നേടിയത് വർമ്മ കുടുംബത്തിലെ ദത്തുപുത്രനായതുകൊണ്ടല്ല, ഈ അനാഥ മന്ദിരത്തിലെ അംഗമായതുകൊണ്ടാണ്. എനിക്ക് ഞാനേ ഉള്ളൂ. നേടിയെടുക്കണമെങ്കിൽ പിന്തിരിഞ്ഞോടാതെ വാശിയോടെ നേരിടണം. എന്തും. കൂട്ടിന് ആരുമില്ല. ഈ തോന്നലാ, ഒറ്റയ്ക്കാണെന്നുള്ള എൻ്റെ തോന്നൽ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ പേരിനും പ്രസക്തിക്കും കാരണം. ഈ ഓഫനേജ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ ഓഫനേജ് അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ജീവൻ്റെ വിലയുണ്ട്. അങ്ങനെയുള്ള ഈ ഓഫനേജ് എന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ ആര് ശ്രമിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. ഗൗതം കൂൾ. നീ ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. മീഡിയാസ് ആരെങ്കിലും വന്നാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഓരോന്ന് വെറുതെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാനില്ലേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോകണം. അല്ലെങ്കിൽ മീഡിയാസിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾ രണ്ടുപേരാവും. സാറാ, നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ ഈ ഓഫനേജ്. നിന്റെ ധൈര്യത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത്. നീ പറഞ്ഞതുകൊണ്ട് മാത്രം. ഗൗതം. എന്താ ദീപക്? സാറാ ക്രൈംബ്രാഞ്ച് ഓഫീസറാണല്ലേ? യെസ്. ഗൗതം, തൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാണെന്ന് കരുതരുത്. ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുകയാണ്. സാറാ ഗൗതമിൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണോ? അതോ വേറെന്തെങ്കിലും റിലേഷൻഷിപ്പ്? മേ ബി എൻ്റെ ഡൗട്ടായിരിക്കാം. യു ക്യാൻ ആൻസർ മീ ഓൺലി ഇഫ് യു ആർ വില്ലിങ്. ദീപക്, ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കണ്ടിട്ട് വാട്ട് ഡു യു തിങ്ക്? ഐ തിങ്ക് യു ഗൈസ് ആർ പെർഫെക്റ്റ് കപ്പിൾ ടുഗദർ. യു ആർ റോങ്. അങ്ങനെയൊന്നുമില്ല. ഷീ ഈസ് മൈ ഫ്രണ്ട്, ദാറ്റ്സ് ഇറ്റ്. ദെൻ സീ യു. ഏട്ടൻ വന്നോ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഞ്ഞുങ്ങളും സിസ്റ്റർമാരൊക്കെ സേഫ് അല്ലേ? ഏട്ടൻ എന്നോട് പോയിക്കോളാൻ പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നേനെ.
ഷോ ടെൻഷൻ അടിച്ചു പോയി. ഗൗതം സാറിന് അങ്ങനെ ദേഷ്യം വന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. കണ്ടപ്പോ തന്നെ പേടിയായി. ഏട്ടനേക്കാളും ടെമ്പർ കൂടുതലാന്ന് തോന്നുന്നുണ്ട് ഗൗതം സാറിന്. ദേഷ്യം വന്ന് എന്താ ചെയ്യുന്നേന്ന്? ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അന്ന് ഓഫനേജിലെ ചിരിച്ചു കണ്ട ഗൗതം സാർ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങളെല്ലാം വേറെ ബിൽഡിങ്ങിലായിരുന്നുകൊണ്ട് സേഫായിരുന്നു. ഓഫനേജിൻ്റെ സൈഡിൽ കാട് പിടിച്ചു കിടക്കുന്ന ആ പ്ലോട്ടില്ലേ, അവിടെ ഗൗതം പുതിയ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നിടത്താ തീ പിടിച്ചത്. തീ പിടിച്ചതല്ല, തീ പിടിപ്പിച്ചതാണെന്നാ എല്ലാവരും പറയുന്നത്. തീ പിടിപ്പിച്ചെന്നോ? ഏട്ടൻ എന്തേ പറയുന്നേ? ആ ഓഫനേജ് ഇരിക്കുന്ന സ്ഥലത്ത് തീ പിടിപ്പിക്കാൻ മാത്രം ആ ഓഫനേജിനോടോ അവിടെ ഉള്ളവരോടോ ആർക്കും ശത്രുത തോന്നാനാ? ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ശത്രുക്കളുണ്ട്. അപ്പോൾ ആ പ്ലോട്ട് തെരേസ സിസ്റ്റർ ഗൗതം അറിയാതെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചു. അതും അലക്സിന്. ഈ അലക്സിന് ഒരു മാറ്റവുമില്ല. തെറ്റിന് പുറമെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കാവൻ. ഗൗതം എങ്ങനെ ഇതിന് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വെറുതെ ഇരിക്കില്ല. ഐ എം ഷുവർ. ഹാ ബെസ്റ്റ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ തെരേസ സിസ്റ്റർ എന്ത് പണിയെ കാണിച്ചത്? അലക്സാമോളിനെ കണ്ട് പേടിച്ചു കാണും. എന്തായാലും ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, അലക്സാമോല് നമ്മുടെ മാത്രം ശത്രു അല്ല ഏട്ടാ, ഗൗതം ചേട്ടന്റെ ശത്രുവാ. എന്താ നീ ഗൗതമിനെ ഇപ്പം എന്താ വിളിച്ചേ? ഗൗതം ചേട്ടനോ? എപ്പോൾ തൊട്ട് നിനക്ക് ഗൗതം ചേട്ടനായത്? ഏട്ടാ അത് പിന്നെ ഗൗതം സാറെന്ന് വിളിക്കുമ്പോ ഒരു അകലം പോലെ തോന്നുന്നു. ചേട്ടൻ തോന്നിയില്ലേ? ചേട്ടനെന്ന് വിളിക്കുമ്പോഴേ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെ തോന്നാ. ഏട്ടാ അതൊക്കെ പോട്ടെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി പിടിച്ചോളും. ആ പെണ്ണാരേട്ടാ? നമ്മൾ രാവിലെ കണ്ടില്ലേ? ആ പെണ്ണും ഗൗതം ചേട്ടനും ഒരുമിച്ച് ഒരു കാറിലല്ലേ വന്നത്? ആ പെണ്ണാരെന്ന് ഏട്ടൻ അന്വേഷിച്ചോ? അപ്പു, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം, നീ എന്തിനാ ഈ കാര്യത്തിലൊക്കെ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നേ? അത് ആരെങ്കിലും ആവട്ടെ, നിനക്കെന്താ അപ്പു? എനിക്കറിയണം, ആ അഴകിയ ലൈല ആരാണെന്ന് എനിക്കറിയണം. അപ്പു, ഷീസ് സാറ, എ ക്രൈം ബ്രാഞ്ച് ഓഫീസർ. ഗൗതമിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? ഇന്ററാക്ഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇല്ലല്ലോ തോന്നിയത്. അപ്പു, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ തലപോക്കുന്നേ? ഏത് ബന്ധത്തിലായാലും ഒരകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാ, നമുക്കും അവർക്കായാലും. നിന്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അലക്സ് ഗൗതമിൻ്റെ ശത്രു ആയതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ കൂടിക്കാണും അല്ലേ അപ്പു? അപ്പം ഞാൻ നിന്നോടൊരു കാര്യം പറയാം, വേണ്ടാത്തതൊന്നും ആഗ്രഹിക്കണ്ട. നീ ആഗ്രഹിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. വി ആർ ഫ്രണ്ട്സ്, മനസ്സിലായോ? സൗഹൃദത്തിന് ഞാൻ എത്ര വില കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാലോ. ഗൗതം എൻ്റെ നല്ല ഫ്രണ്ടാ, എന്നും അങ്ങനെ തന്നെയായിരിക്കും. സാറേയും ഗൗതവും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഇഷ്ടം, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഡ്രാമാറ്റിക് ആയിട്ട് ഏട്ടനെ പെരുമാറുന്നേ. ഏട്ടൻ എന്തിനാ അവരുടെ കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു വയ്ക്കുന്നേ? ഞാനത് എപ്പോഴേ വിട്ടു. അല്ല, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്? അപ്പു, എനിക്കൊരു പ്രശ്നമില്ല. അതല്ല ഞാൻ ഇത്ര നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിന്റെ തലയിലൊന്നും കയറുന്നില്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അത് ശരി, ഇപ്പൊ ഞാനായ കുറ്റക്കാരി. അവര് തമ്മിൽ എന്ത് ബന്ധമുണ്ടെങ്കിൽ എനിക്കെന്താ? എനിക്കൊന്നുമില്ല. എനിക്ക് കുറെ പഠിക്കാനുണ്ട്, ഞാൻ പോവാ. ഗൗതവും സാറേയും തമ്മിൽ എന്ത് ബന്ധമുണ്ടെങ്കിലും എനിക്കെന്താ? ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഓ ഗോഡ്, എനിക്കെന്താ പറ്റിയേ? ഗൗതം എൻ്റെ നല്ല ഫ്രണ്ടാ, ഫ്രണ്ട് മാത്രം. അതിലുപരി അവനെ നിയന്ത്രിക്കാനോ അവനോട് നോ. ഈശ്വര, എന്താ സംഭവിക്കുന്നത്? എടാ, പെൻഡിങ് വർക്കൊക്കെ മാറ്റി വയ്ക്കേ. ഇനിയൊക്കെ നാളെ ആവാം. എനിക്കൊന്ന് സന്തോഷിക്കണം. നാളെ കാണാം. നീ ഇതെങ്ങോട്ടേ പോകുന്നേ?
അല്ല, ഈ സന്തോഷം ആരുടെ കൂടെയാ? നിൻ്റെ പിയയുടെ കൂടെയാണെന്ന് മാത്രം പറയല്ലേ. ഓഫ് കോഴ്സ്, അവളല്ലാതെ ആരാ? എൻ്റെ കളിപ്പാവയല്ലേ അവൾ. ഞാൻ അവളുടെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മാത്രമാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അറിയാലോ. അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിഴിനാളം മിന്നുന്നുവോ. അലക്സ്, എന്താ റോസ്? അലക്സ്, don't you have any feelings to me? Why are you asking to me these kind of questions suddenly? അലക്സ്, എനിക്ക് മടുത്തു, ശരിക്കും മതിയായി. നിന്റെ ആഗ്രഹത്തിനൊത്ത് ചുവട് വയ്ക്കുന്ന ഒരു കളിപ്പാവേ ഇനി ഇങ്ങനെ ജീവിതം തുടരാൻ എനിക്ക് വയ്യ. അലക്സ് പ്ലീസ്, ഐ ലവ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ ഞാൻ തയ്യാറാ. അലക്സ്, നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഐ നോ റോസ്, ഐ നോ. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ. എൻ്റെ സ്നേഹം എന്താ നീ കാണാത്തെ? സ്റ്റോപ്പ് ഇറ്റ് അലക്സ്. നിന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട. ഐ വോണ്ട് ടു മാരി യു. എനിക്ക് നിന്റെ മനസ്സിലൊരു സ്ഥാനമില്ലേ? എൻ്റെ ശരീരം മാത്രമേ നിനക്ക് ആവശ്യമുള്ളൂ. നിന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ഞാൻ എന്തൊക്കെ നീ പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നീ എന്തെന്നെ വെറും വൺ നൈറ്റ് സ്റ്റാൻഡായി മാത്രം ഇങ്ങനെ കാണുന്നേ? Oh my God, Rose, just relax. Because you are this. നീ എനിക്ക് വെറും വൺ നൈറ്റ് സ്റ്റാൻഡ് മാത്രമാണ്. അലക്സിൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവുമെന്ന് വെറുതെ നീ മോഹിക്കണ്ട റോസ്. എൻ്റെ ആഗ്രഹങ്ങൾ ശമിപ്പിക്കാൻ ആവശ്യമായ വെറും ഒരു ശരീരം, അത് മാത്രമാണ് നീ. വാട്ട്? അപ്പോൾ നമ്മുടെ മാരേജ്? നിന്നെ ഞാൻ കെട്ടിക്കോളാന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നോ. നിനക്കെന്നല്ല, ഈ ലോകത്ത് വേറൊരുത്തിക്കും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. എൻ്റെ ഹൃദയം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. റോസ്, ഡു യു ഹിയർ മീ ഡാർലിംഗ്? നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല ഒന്നിനും. ഇനി അങ്ങനെ പറഞ്ഞ് കേസ് കൊടുക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ വേഗം കൊടുക്കണം. നീ ഒരിക്കൽ കോടതി പോയി എനിക്ക് അനുകൂലമായിട്ടൊരു മൊഴി പറഞ്ഞില്ലേ? ലയക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞില്ലേ? അവളുടെ കൂടെ കൂടിക്കോ. നീയും കേസ് കൊടുത്തോ. അലക്സിനെ ഒരു ചുക്കുമില്ല. നീ പോയാലേ വേറെ 100 റോസ് എൻ്റെ പിന്നാലെ വരും. നോ അലക്സ്, യു ആർ ചീറ്റിംഗ് മീ. യെസ്, ഐ ആം ചീറ്റിംഗ് യു. യു ആർ എനി പ്രോബ്ലം? ദെൻ റൈസ് യുവർ വോയിസ് ജസ്റ്റ് ലൈക്ക് ലയ. അലക്സ്, നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. കർമ്മ എന്നൊന്നുണ്ട്. ഞാനിപ്പോൾ അത് മനസ്സിലാക്കാം. നാളെ നീയും അത് മനസ്സിലാക്കുന്നൊരു സാഹചര്യം വരും. ഇതേ സിറ്റുവേഷനോടെ നീയും കടന്നു പോവും. ഐ ആം ഷുവർ, ഐ ആം ഡാമിൻ ഷുവർ. എൻ്റെ വാക്ക് നീ മനസ്സിൽ കുറിച്ച് വെച്ചോ. ഇറങ്ങിപ്പോടി.